വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കേവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കട്ടെ. സ്വന്തം ഭാഷയുടെ മഹത്വമോർത്ത് അഹങ്കരിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ട ദിവസം. അതേ കൂട്ടുകാരെ, ലോകമെങ്ങുമുള്ള ജനങ്ങൾ ഇന്ന് അവരുടെ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്കും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കാം. ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയവും. അമ്മയോടൊപ്പം ഒരു കുട്ടി സ്വായത്തമാക്കുന്നതും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തരുന്നതും നമ്മുടെ ഭാഷയാണ്. അമ്മയിൽ നിന്ന് ആദ്യം കേട്ടതും അമ്മയെന്ന് ആദ്യം വിളിച്ചതും നമ്മുടെ ഭാഷയാണ്. ഇത് കേവലം ഒരു ഭാഷ മാത്രമല്ല നമുക്ക്, മറിച്ച് മഹത്തായ ഒരു സമ്പത്ത് കൂടിയാണ്. ജനനിയും ജന്മഭൂമിയും പോലെ ആരാധ്യയായവൾ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ശക്തി സ്രോതസ് കൂടിയാണ് നമ്മുടെ ഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. മാതൃഭാഷ മാതാവിനോളം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല കവി ചെയ്തത്. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വച്ചു. മാതൃഭാഷയിലൂടെ ഉണ്ടാകുന്ന വ്യക്തിത്വ വികാസത്തെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. മാതൃഭാഷ നമ്മുടെ ചിന്തയുടെയും സങ്കല്പനത്തിൻ്റെയും ഭാഷയാണ്. അത് സ്വായത്തമായാൽ മറ്റേത് ഭാഷയും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നാം നമ്മുടെ എല്ലാ കഴിവുകളെയും വികസിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം മാതൃഭാഷയിലൂടെയാണ്. ഈ വസ്തുതയാണ് നമ്മുടെ മനസ്സുകളിൽ ആദ്യം രൂപപ്പെടേണ്ടത്. നാം നമ്മുടെ മാതൃഭാഷയെ നിഷേധിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ വരാനുള്ള സാധ്യതകളെ കൂടിയാണ് നിഷേധിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഒരാൾ അയാളുടെ സംസ്കാരം, ഇഷ്ടാനിഷ്ടങ്ങൾ, സർഗാത്മക കഴിവുകൾ എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നത് സ്വന്തം മാതൃഭാഷയിലൂടെയാണ്. നാം നമ്മുടെ ഭാഷയെ എവിടെ അവഗണിക്കുന്നുവോ അവിടെ നാം നമ്മുടെ സ്വത്വത്തെയാണ് തിരസ്കരിക്കുന്നത്. ഒരു കുട്ടി തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടേണ്ടത് അവൻ്റെ മാതൃഭാഷയിലൂടെ ആവണം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതൊരു ഭാഷയും വിനിമയം ചെയ്യുന്നത് അവരവരുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയുമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രൗഢവും സമ്പന്നവുമായ ഒരു ഭാഷയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ. തന്നെയുമല്ല മറ്റേത് ഭാഷയെക്കാളും ഉപരി സാംസ്കാരിക സാഹിത്യ സമ്പത്തിന്റെ കലവറ കൂടിയാണ് മലയാളം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലച്ചെങ്കിലും സാമ്രാജ്യത്വത്തിന്റെ പ്രത്യയശാസ്ത്രം ഇപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനോടും പാശ്ചാത്യ സംസ്കൃതിയോടുമുള്ള ആഭിമുഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. തന്നെയുമല്ല ഇതിലൂടെ മാത്രമേ വിമോചനം സാധ്യമാകൂ എന്ന തെറ്റിദ്ധാരണ നമ്മൾ മലയാളികൾക്കുണ്ട്. ശാസ്ത്ര പുരോഗതി നേടിയ രാജ്യങ്ങളെല്ലാം തന്നെ മാതൃഭാഷയിലാണ് അറിവ് നേടുന്നത്. ലോകഭാഷയായ ഇംഗ്ലീഷിലൂടെ മാത്രമേ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റൂ എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മലയാളം അറിയുക എന്നത് ഒരു അയോഗ്യതയായി കണക്കാക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിൽ ഉണ്ടെന്നത് ഒരു ദൗർഭാഗ്യം തന്നെയാണ്. മാതൃഭാഷ പഠിച്ചവന്, അതിൽ പ്രാവീണ്യം നേടിയവന് ആദരവും അവസരങ്ങളും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ വരും തലമുറക്ക് സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മലയാളത്തിൻ്റെ സാഹിത്യങ്ങൾ ആസ്വദിക്കാനാവൂ. നാനാവഴിക്കും വെളിച്ചം വീശിയിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ ആ സുവർണക്കനി അവർക്ക് മുന്നിൽ കൊട്ടിയടച്ചുകൂടാ. അത് അറിവ് മാത്രമല്ല, നമ്മുടെ ആത്മഭാവം കൂടിയാണെന്ന ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും സ്വന്തം ഭാഷയുടെ സമഗ്രതയിൽ അഭിമാനിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നവരായി വളർന്നു വരുവാൻ ഇന്നിൻ്റെ ദിനങ്ങളെ നാം ക്രിയാത്മകമായി രൂപപ്പെടുത്തിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും എൻ്റെ മാതൃഭാഷാ ദിനാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.